بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അല്ലാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ജീവിതത്തിലെ സമ്പാദ്യങ്ങളെക്കുറിച്ചും ഇനിയുള്ള സമയങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചെറിയ ആലോചന മാത്രമാണ്. അള്ളാഹു നമുക്ക് അറിവിൽ ബറക്കത്തും അമല് ചെയ്യാനുള്ള ഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യന്റെ വിവേകം പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് പരിശുദ്ധമായ ഹദീസിൽ സ്ഥിരപ്പെട്ട പോലെ, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട പോലെ മനുഷ്യൻ മരിക്കുന്ന നേരമാണ്. എല്ലാത്തിന്റെയും വിലയും മൂല്യവും അറിയുന്നതും പ്രത്യേകിച്ച് ജീവിതം എത്ര തനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നതും ഒക്കെ, ആഖിറത്തിലേക്കുള്ള ഒരുക്കങ്ങളെ കുറിച്ചുള്ള ആലോചനയൊക്കെ അതിന്റെ സമ്പൂർണമായ രീതിയിൽ സംഭവിക്കുന്നത് മരണത്തിന്റെ തൊട്ടടുത്ത സമയത്താണ്. അള്ളാഹുവിന്റെ ഖുർആൻ അതിനു മുന്നേ ഒരുങ്ങണമെന്നും ജീവിതത്തിൽ പലതും നേടാൻ ഉണ്ടെന്നും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂന്റെ അവസാന ഭാഗം ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാനെ മറക്കുന്ന ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവല്ലേ മുഅ്മിനീങ്ങളെ എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും, മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ സമ്പാദിക്കുന്നത് മുഴുവൻ. മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നല്ലവരാവാതെ പോകുന്നത്. മക്കൾക്ക് വേണ്ടി നമ്മൾ എല്ലാം മറക്കാണ്. അതുപോലെ തന്നെ എടുത്തു പറഞ്ഞു നമ്മുടെ സമ്പാദ്യം, സാമ്പത്തിക രംഗം, ആ കാര്യങ്ങളിലൊക്കെ അള്ളാനെ മറക്കുന്ന ഒരു തരത്തിലേക്ക് നിങ്ങൾ തരം താഴല്ലേ. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പരിശുദ്ധ ഖുർആൻ. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت. നിങ്ങൾക്ക് അള്ളാഹു നൽകിയത് നിങ്ങൾ ചെലവ് ചെയ്യണം. വഅൻഫിഖൂ മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയത്, റിസ്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയതെല്ലാം റിസ്ക്കാണ്. അള്ളാഹു തന്ന റിസ്ക് നിങ്ങൾ ചെലവ് ചെയ്യണം. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഓരോരുത്തരെയും പ്രാപിക്കാൻ സുനിശ്ചിതമാക്കപ്പെട്ടിരിക്കുന്ന മരണം എത്തുന്നത് വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതിനു മുന്നേ അള്ളാഹ് തന്നതെല്ലാം, അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാവുന്നതാണ്. ഒഴിവ് സമയങ്ങളാവാം, സാമ്പത്തികമാവാം, നമ്മുടെ സാന്നിധ്യങ്ങളാവാം, നമ്മുടെ സ്വാധീനമാവാം. നമ്മെ കൊണ്ട് കഴിയുന്ന എല്ലാ നന്മകളിലും നമ്മൾ ഭാഗവാക്കാകണം എന്ന് ഖുർആൻ. കാരണം മരണം എത്തിക്കഴിഞ്ഞാൽ അതേക്കുറിച്ചുള്ള ഒരു ആലോചനയിൽ നമ്മൾ പലതും അവലോകനം ചെയ്യും. അപ്പോൾ നമുക്ക് സാധ്യമല്ല എന്നുള്ളത് പൂർണ്ണമായും ബോധ്യപ്പെടാം. ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ, അന്ന് ആലോചിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്തു എന്നൊരു ആലോചന ആവലാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നേരത്തെ തന്നെ അതിലേക്ക് നിങ്ങൾ തയ്യാറാവാ എന്ന് പരിശുദ്ധ ഖുർആൻ. മരണാസന്നനായി കഴിഞ്ഞാൽ അവൻ വിളിച്ചു പറയും, ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, ഞാൻ മരണാസന്നനാ. ബോധ്യപ്പെടാണ്. എപ്പോഴാ ബോധ്യപ്പെടാ? അള്ളാഹുവിന്റെ മലക്കുകൾ 4 ഘട്ടങ്ങളിലായ റൂഹ് പിടിക്കാ. കാലിന്റെ പെരുവിരൽ മുതൽക്ക് ഇങ്ങനെ റൂഹിനെ ചുരുട്ടി ചുരുട്ടി കൊണ്ടുവരാ. മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്,
നമ്മുടെ ഞരമ്പുകൾ വഴി ആ മലക്കുകൾ ശരീരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. പെരുവിരൽ മുതൽക്ക് ഇങ്ങനെ റൂഹ് ചുരുട്ടി മുട്ടുകാല് വരെ എത്തും. ഒരു സംഘത്തിന്റെ ഡ്യൂട്ടി അവിടെ വരാ. അപ്പോഴും ഇവൻ മരിക്കാണെന്നൊരു തോന്നലിലേക്ക് ഇവൻ എത്തിയിട്ടില്ല. അവൻ എത്തുന്നത് മുട്ടുകാലിൽ നിന്നും പിന്നെയുള്ള മലക്കിന്റെ രണ്ടാം വിഭാഗത്തിന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അല്ല. റൂഹ് തൊണ്ടക്കുഴിയിൽ വരെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊണ്ടുവന്നു കഴിയുമ്പോഴാ ഇവനറിയാം. രണ്ടാമത്തെ സംഘം മുട്ടുമുതൽക്ക് പൊക്കിള് വരെ. അപ്പോൾ അവന്റെ അരഭാഗമൊക്കെ മരണത്തിലേക്ക് എത്തുന്ന ആ വെപ്രാളത്തിൽ അവന്റെ മലവിസർജനവും മൂത്രവിസർജനവും ഒക്കെ നടന്നിട്ടുണ്ടാവും. ശരീരത്തിൽ മനുഷ്യന് വിസർജനത്തെ തോന്നിപ്പിക്കുന്ന ADHന്റെ ഗ്രന്ഥികളൊക്കെ നിശ്ചലമായിട്ടുണ്ടാവും. സ്വാഭാവികമായും ആ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന ഗ്രന്ഥികൾ മരണത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ നിയന്ത്രണമില്ലാതെ മലമൂത്ര വിസർജനം വേദനയിൽ എന്ന് പറയാം, അത് പുറത്തേക്ക് തള്ളപ്പെടാൻ. അപ്പോഴും മരണത്തെ അവൻ ഉറപ്പിച്ചിട്ടില്ല. അവിടുന്ന് മൂന്നാമത്തെ സംഘം പൊക്കിള് മുതൽക്ക് നെഞ്ച് വരെ കൊണ്ടുവരുമ്പോഴേക്കും ശ്വാസതടസ്സം ഏർപ്പെടാണ്. അവിടുന്ന് പിന്നെ നേരെ തൊണ്ടക്കുഴിയിലേക്ക് കണ്ണുവഴി റൂഹ് ഇങ്ങനെ പോവാം. അപ്പോൾ മനുഷ്യൻ തിരിച്ചറിയും, അവൻ വിളിച്ചു പറയും, അല്ലാഹുവേ, ഒരു അടുത്ത അവധിയിലേക്ക് എന്നെ നീ പിന്തിപ്പിച്ചാൽ, ഒരുപാടൊന്നും വേണ്ട, ഒരു കുറഞ്ഞ സമയത്തേക്ക് എന്നെ പിന്തിപ്പിച്ചാൽ ഞാൻ സ്വതക്ക ചെയ്യാം. പലപ്പോഴും നമ്മൾ ഈ ആയത്തെടുത്ത് വെച്ച അർത്ഥം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ സ്വതക്ക ചെയ്യാം, എനിക്കൊരു ചെറിയ സമയം കിട്ടിയാൽ എന്നാവൻ പറഞ്ഞത്. നിസ്കരിക്കാന്ന് പറഞ്ഞില്ല. നിസ്കാരം സ്വതക്കയേക്കാളും വലിയ കർമാണ്. പക്ഷെ നിസ്കാരത്തിനാണെങ്കിൽ കുറഞ്ഞ സമയം എന്നെ പിന്തിപ്പിക്കൂ എന്ന് പറഞ്ഞതിനോട് വിരുദ്ധമായി വരുന്ന ഒരു പ്രയോഗമായി വരും ഞാൻ നിസ്കരിക്കാം എന്ന് പറഞ്ഞത്. കാരണം നിസ്കരിക്കാൻ ചിലപ്പോൾ പുണ്യം കൂടുതൽ കിട്ടാൻ, കൂടുതൽ നിസ്കരിക്കാൻ കൂടുതൽ സമയം വേണ്ടി വരും. ഇവിടെ ചോദിച്ചത് കുറഞ്ഞ സമയമാണ്. അപ്പോൾ അത് പരസ്പരം വിപരീതമായി വരും. അതുകൊണ്ട് നിസ്കരിക്കാമെന്ന് അവൻ ബോധപൂർവം പറഞ്ഞില്ല. അവന്റെ ബോധം ആ സമയം പ്രവർത്തിക്കുന്ന പോലെ അതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു വിലാപവാക്ക് പറയേണ്ടി വരുന്നത്. മനുഷ്യന്റെ ശരീരത്തിന്റെ സർവ്വബോധവും ആലോചനയും ബുദ്ധിയും അവന്റെ എല്ലാ താല്പര്യങ്ങളും അവന്റെ മനസ്സിന്റെ കണക്കുകൂട്ടലുകളും അവന്റെ ഏകാഗ്രതയും എല്ലാം പൂർണ്ണമാകുന്ന ഒരു നേരമാണ് മരണനേരം. എനിക്ക് സദഖ ചെയ്യണമല്ല, ഒരു കുറഞ്ഞ സമയം മതി. 1 കോടി സദഖ ചെയ്യാനും ആ കുറഞ്ഞ സമയം മതി. 10,000 സദഖ ചെയ്യാനും ഒരു സമയം തന്നെ മതി. സമയത്തിൽ കുറവൊന്നുമില്ല. സമയത്തിൽ 10,000 എന്നുള്ളതും 1 കോടി എന്നുള്ളതിലും ഏറ്റവും വ്യത്യാസമുള്ള ഒരു സമയം കൊണ്ട് തന്നെ ഇത് രണ്ടും ചെയ്യാൻ കഴിയും. സദഖ ചെയ്യുമ്പോൾ അവന് ത്വഹാറത്ത് വേണ്ട, ശുദ്ധി വേണ്ട, ഖിബല വേണ്ട, സദഖ എങ്ങനെയും ചെയ്യാം. മാത്രവുമല്ല, അവൻ സദഖ ചെയ്യുമ്പോൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് സദഖ ചെയ്യാ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് അവൻ കൂട്ടി കൂട്ടി വെച്ചതായിട്ട് സദഖ ചെയ്യാ. അള്ളാഹു ആ സമയത്ത് ആരും പിന്തിപ്പിക്കൂല. ഇനി ഒരു അവസരം ആർക്കും കൊടുക്കൂല. ولن يؤخر الله نفسا إذا جاء أجلها. ഓരോ ശരീരത്തിനും ഒരു അവധി അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ദുനിയാവിന്റെ അവധി കൂട്ടി തരട്ടെ, ദീർഘായുസ് തരട്ടെ. ഓരോരുത്തർക്കും അള്ളാഹു നിശ്ചയിച്ച സമയമെത്തിയാൽ പിന്നെ ഒരു ഇഞ്ച് അപ്പുറത്തേക്കില്ല. അള്ളാഹു പിന്നെയും അവന് സാവകാശം കൊടുക്കലില്ല എന്ന് ഖുർആൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലതിന്റെ വില നമ്മൾ അറിഞ്ഞേ പറ്റൂ. ജീവിതത്തിൽ പലതിന്റെയും വില നമ്മൾ അറിയേണ്ടിയുണ്ട്. മഹാനായ ഹാത്തിമുസ്സായിദ് തങ്ങൾ പറയുന്നുണ്ട്, 4 കാര്യങ്ങളുടെ വില അറിയുന്നത് 4 വിഭാഗമാണത്രേ. 4 കാര്യങ്ങളുടെ വില അറിയുന്നത് 4 വിഭാഗമാണ്. ആ 4 വിഭാഗത്തിന് ആ 4 കാര്യത്തിന്റെ ശരിയായ വില അറിയൂ. കേട്ടോ, ഒന്നാമത്തെ കാര്യം കേട്ടോ, ഖദ്റശ്ശബാബ്, യൗവനത്തിന്റെ വില അറിയുന്നത്. ലാ യഅരിഫു ഖദ്റഹു ഇല്ല ശയൂഖ്, വൃദ്ധരായ ആളുകളാണ് യൗവനത്തിന്റെ വില തിരിച്ചറിയ. മഹാനായ അഹ്മദ് സമർഖന്ദി ഇത് രേഖപ്പെടുത്തുന്നത് കാണാം. വൃദ്ധരാണ്, പ്രായം കൂടുതലുള്ളവരാണ് യൗവനത്തിന്റെ വില തിരിച്ചറിയ. വലാ യഅരിഫു ഖദ്റൽ ആഫിയതി ഇല്ലാ അഹ്ലുൽ ബലാ. അല്ലാഹു നമുക്ക് ഒരുപാട് സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും തന്നിട്ടുണ്ട്. അത് എത്രയാണെന്ന് അതിന്റെ വില നമ്മൾക്കറിയണമെങ്കിൽ ഇതൊന്നുമില്ലാതെ ഇടങ്ങേറുകളിൽ കഴിയുന്ന മനുഷ്യന്മാരുണ്ടോ അവരോട് ചോദിച്ചാൽ മതി.
സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും വില അറിയുന്നത് എപ്പോഴും പരീക്ഷണങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കുമെന്ന് മഹാന്മാർ പറയുന്നു. അങ്ങനെ രണ്ടാമത്തെ കാര്യം അതാ, സുഖസൗകര്യങ്ങളുടെ വില. ആദ്യം പറഞ്ഞത് യൗവനത്തിന്റെ വില, സുഖസൗകര്യങ്ങളുടെ വില. ഇനി പറയുന്ന ഒരാളുടെ ആരോഗ്യത്തിന്റെ വില അറിയണമെങ്കിൽ ഇല്ലൽ മറുലാ, ഒരു രോഗിയല്ലാതെ ആരോഗ്യത്തിന്റെ വില അറിയൂല. രോഗിക്ക് അറിയൂ. രോഗിക്കാണ് കണ്ണിന് കാഴ്ച കുറയുമ്പോൾ അതൊരു രോഗമാ. കാഴ്ച ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ആ കാഴ്ചയുടെ വില അറിയണമെങ്കിൽ കാഴ്ച ഒന്ന് മങ്ങണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കയ്യിന് നല്ല ദൃഢതയുണ്ടായിരുന്നു, നല്ല പവർ ഉണ്ടായിരുന്നു. പക്ഷേ മുഷ്ടി ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചാൽ അതിനപ്പുറം ആർക്കും അതൊന്ന് തുറന്നു പിടിക്കാൻ പോലും കഴിയാത്ത വിധം നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു സമയം നമ്മുടെ രോഗത്തിന്റെ അവസ്ഥ വരുമ്പോഴാണ്. ഇന്നങ്ങനെ ആ കൈ തളർന്നു പോയിരിക്കാം. ലാ ഖദറൽ ഹയാതി ഇല്ലൽ മൗതാ, ജീവിതം എന്നതിന്റെ വില അറിയണമെങ്കിൽ മരണാസന്നനായ മനുഷ്യന് മാത്രമാ കഴിഞ്ഞ കാലത്ത് 70 വയസ്സ് എങ്ങനെ ജീവിച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന വരൂ. ജീവിതത്തിന്റെ വില അറിയൂ. അള്ളാഹു നമുക്ക് ഈ പറയപ്പെട്ട 4 കാര്യങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മരണം നമ്മെ പ്രാപിക്കുമെന്ന ഏകദേശം ഒരു ധാരണയിലേക്ക് നമ്മുടെ ശരീരവും മനസ്സും എത്തിക്കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഈ കിടപ്പിൽ മരിക്കുമെന്ന് അറിഞ്ഞാൽ എത്ര വലിയ മഹാനാണെങ്കിൽ പോലും ഒന്ന് വിലപിക്കും, ഒന്ന് വിലപിച്ചു പോകും. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മരണനേരത്തെ വിലാപവാക്കുകൾ ഇമാം ബുഖാരി സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. ഒരുപാട് നാടുകളിൽ തന്റെ സ്വതസിദ്ധമായ ഭരണശൈലി കൊണ്ട് വലിയ വലിയ പുരോഗതികൾ സൃഷ്ടിച്ചിട്ടുള്ള മഹാനായ ഗവർണറാണ് അദ്ദേഹം. ഒരുപാട് അഭിപ്രായങ്ങൾക്ക് ആ മഹാന്റെ വാക്കുകൾ ഇടം പിടിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹോന്നത വ്യക്തിപ്രഭാവത്തിന്റെ ഉടമ അള്ളാന്റെ ഹബീബിന്റെ പ്രിയ സ്വഹാബി അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മരിക്കാൻ നേരം വിലപിച്ച വാക്കുകൾ ബുഖാരിയിലെ ഹദീസാണ്. ഒരുപാട് കിതാബുകളിൽ ആ സംഭവം കാണാം. വാപ്പ അംർ ഇബ്നു ആസ് വഫാത്താകുന്ന രംഗം സാക്ഷിയാണ് മകൻ അബ്ദുള്ള. അബ്ദുള്ള എന്ന മകൻ പറയുന്നു റളിയല്ലാഹു അൻഹും, എന്റെ വാപ്പ എപ്പോഴും പറയുമായിരുന്നു, കാന അബീ കസീറൻ മാ യഖൂൽ, എന്റെ വാപ്പ എപ്പോഴും പറയും, മരണത്തിന്റെ വില അറിയണമെങ്കിൽ മരണത്തിന്റെ ഗൗരവം അറിയണമെങ്കിൽ മരിക്കുന്ന നേരത്തെ ബോധ്യപ്പെടും. മരണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ മരണത്തെക്കുറിച്ചുള്ള അതിന്റെ ഗൗരവം പൂർണ്ണമായും ബോധ്യപ്പെടുന്നത് മരിക്കണ ആളാ, അവനാ ബോധ്യപ്പെടൂ. അല്ലാത്തവനോട് എന്തോരം പറഞ്ഞാൽ അത് ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല. എന്റെ വാപ്പ എപ്പോഴും പറയുമായിരുന്നു, ഇന്നി ലഅഅ്സബു മിനർ റജുലിൽ ലദീ യൻസിലു ബിഹിൽ മൗത്ത് വമഅഹു അഖ്ലുഹു വലിസാനുഹു ഫകൈഫ ലാ യസിഫുഹു. ഈ മരണം എന്ന് പറയുന്ന പ്രതിഭാസത്തെ, മരണം എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉറപ്പുള്ള കാര്യത്തെ, ഒരു മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് അവന്റെ ബുദ്ധി നിലനിൽക്കുന്ന സമയവും അവന്റെ നാവ് സംസാരശേഷിയുള്ള സമയവും, എടോ മരണം ഇങ്ങനെയാണെന്ന് കൂടെയുള്ള ആളുകളെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയുന്നില്ലേ? എന്താ അങ്ങനെ കഴിയാത്ത? എനിക്ക് അത്ഭുതമാണ് ആ കാര്യം എന്ന് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു എപ്പോഴും പറയായിരുന്നു. മരിച്ചുകൊണ്ടിരിക്കുന്ന ആള് ചുറ്റും കൂടി അവരോട് പറയണം, മോനെ നിനക്ക് നിസ്കാരമില്ല, നിസ്കരിക്കണം, വാപ്പ മരണവേദന അനുഭവിക്കാം, വാപ്പാക്ക് അതിന്റെ ഇടങ്ങേറപ്പം മനസ്സിലാവാ. ഇങ്ങനെ പറഞ്ഞ് ചുറ്റും കൂടി ആളെ ഉപദേശിക്കാൻ ബുദ്ധി നോർമലായി നിൽക്കുന്ന, നാവിന് സംസാരിക്കാനുള്ള ശക്തിയുള്ള ആ സമയം എന്തേ ഓരോ മരണാസന്നനും ഈ രീതിയിൽ തന്റെ മുന്നിലുള്ളവരെ പ്രബുദ്ധരും ഉദ്ബുദ്ധരുമാക്കാൻ ശ്രമിക്കാത്തതെന്താ? എനിക്ക് അത്ഭുതമാണ്. എന്റെ കഴിയൂലേ? ബുദ്ധിയും നാവും അതിൻ്റെതായ ധർമ്മം നിർവഹിക്കും വിധം നിലനിൽക്കുന്ന സമയത്ത് ഒന്ന് ഉപദേശിച്ചുകൂടെ? ചുറ്റുള്ളവരെ, തന്റെ കൂടെ ഉള്ളവരെ ഉപദേശിച്ചുകൂടെ? എന്തേ മരണാസന്നന് ആ അനുഭവം പറയുമ്പോ, മരണാസന്നൻ അദ്ദേഹത്തിന്റെ ആ നേരത്തെ അനുഭവം പറയുമ്പോ കണ്ടു നിൽക്കുന്നവരിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതെന്താ ആരും ഇങ്ങനെ പറയാത്തതെന്ന് അംർ ഇബ്നു ആസ് തങ്ങൾക്ക് എപ്പോഴും അത്ഭുതമായിരുന്നു. ചുരുക്കി പറയാം, ഈ മഹാന്റെ മരണനേരം
പ്രിയപ്പെട്ട മകൻ അബ്ദുള്ള ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. വാപ്പ ജീവിച്ചിരിക്കുമ്പോ ഇത് എപ്പോഴും പറയായിരുന്നു, വാപ്പ ഇപ്പൊ മരിക്കാൻ പോവാ. മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയാണ്, കുറെ കാലം കഴിഞ്ഞപ്പോൾ എന്റെ വാപ്പ മരിക്കാൻ സമയമായി. വാപ്പയും മരണത്തിലേക്ക് എത്തിയപ്പോൾ ഞാൻ ചെന്നുകൊണ്ട് ചോദിച്ചു, യാ ബത്തി ഖദ് കുന്ത തഖൂലു ഇന്നി ലഅഅജബു മിൻ റജുലി യൻസിലു ബിഹിൽ മൗതു വ മഅഹു അഖലുഹു വ ലിസാനുഹു കൈഫ ലാ യസിഫുഹു. വാപ്പ, നിങ്ങൾ ജീവിച്ചിരുന്നപ്പോ പലപ്പോഴും പറയാറില്ലേ, മരണാസന്നനായ മനുഷ്യൻ മരണത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ നാവ് അവന്റെ നാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ബുദ്ധി മങ്ങാതിരിക്കുമ്പോൾ മരണം അനുഭവിക്കുന്ന ആക്കാം മരണത്തെ കുറിച്ചൊന്ന് അവതരിപ്പിച്ചുകൂടെ, മരണത്തെ വർണ്ണിച്ചുകൂടെ? എന്തേ വർണ്ണിക്കാത്തത്? ഇങ്ങനെ വാപ്പ എപ്പോഴും പറയായിരുന്നു. വാപ്പ ഇപ്പോൾ മരണത്തിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുക. വാപ്പ സംസാരിക്കാൻ കഴിയുമെങ്കിൽ ആ മരണത്തെ ഒന്ന് വർണ്ണിച്ച്. മറ്റാരും അതങ്ങനെ പറഞ്ഞതായി നമ്മുടെ ഇടയിലില്ല. പക്ഷെ അങ്ങ് എന്താ മറ്റാരും പറയാത്തത് എന്ന് അത്ഭുതപ്പെടുകയും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത അങ്ങ് ഇപ്പോൾ സ്വമേധയാ മരണത്തിൽ എത്തി നിൽക്കാണ്. അങ്ങേക്ക് പറഞ്ഞുകൂടെ? മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ബുനയ്യ, പൊന്നേ പൊന്നുമോനെ, അൽ മൗതു അഅ്ളമു മിൻ അൻ യൂസഫ്, മരണം എന്നത് ആരാലും വർണ്ണിക്കാൻ കഴിയും വിധം അല്ല മോനെ, അതിനപ്പുറമാണ് മരണത്തിന്റെ വിശേഷണങ്ങൾ എന്ന് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാം. ആരും പറഞ്ഞാൽ അറിയില്ല, അത് അനുഭവിച്ചാൽ ആ മരണം എന്താണെന്നറിയൂ. പക്ഷേ വലാകിൻ സഅസിഫു ലക മിൻഹു ശൈഅ, ഒരല്പം ഞാൻ പറയാം, ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത് വെച്ചിട്ട് ഒരല്പം ഞാൻ പറയാം മോനെ. വല്ലാഹി കഅന്ന അലാ കതിഫയ ജബൽ റിളവാ, മോനെ അബ്ദുല്ലാഹ്, ഞാനിപ്പോ അനുഭവിക്കുന്ന എന്റെ പ്രയാസം, മരണത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്ന ജീവിതത്തിന്റെ ഒടുക്കത്തെ നേരത്തെ കുറിച്ച് പിതാവ് പറയാ, ഞാൻ ഈ സമയം അനുഭവിക്കുന്ന എന്റെ പ്രയാസം റിളുവാ പർവ്വതത്തെ എന്റെ ചുമലിന്റെ മുകളിൽ വെച്ചാൽ ഞാൻ അനുഭവിക്കുന്ന പ്രയാസം എങ്ങനെയോ അതാണ് ഞാനിപ്പോൾ അനുഭവിക്കുക. ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ എന്റെ ആത്മാവിനെ വലിച്ചിഴച്ച് പിഴുതെടുത്താൽ ആ സൂചി ദ്വാരത്തിന്റെ വളരെ ചുരുങ്ങിയ വിശാലതയിലൂടെ മാത്രം കടന്നു വരുന്ന എന്റെ ആത്മാവ് ഞെരിപിരി കൊള്ളുന്നതെന്തോ അതാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന അവസ്ഥ മോനെ. എന്റെ ഉള്ളിലൊക്കെ, എന്റെ ശരീരത്തിന്റെ അകത്തൊക്കെ മുള്ളുകൊണ്ട് വലിഞ്ഞു കീറുന്ന, വലിച്ചു മുറുക്കുന്ന, മുള്ളുകൊണ്ട് പോറലേറ്റുകൊണ്ട് പുകയുന്ന അവസ്ഥയായ എന്റെ ആന്തരിക ഭാഗത്തുള്ളത് പൊന്നുമോനെ. മാത്രവുമല്ല, മരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വാപ്പ ഇപ്പോൾ അനുഭവിക്കുന്നത് ആകാശം ഭൂമിയിലേക്ക് ഇടിഞ്ഞു വീണു. ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിൽ ഞാൻ കുടുങ്ങിക്കിടക്കുന്ന പോലെയുള്ള ഒരു വല്ലാത്ത വീർപ്പുമുട്ടലാണ് പൊന്നുമോനെ. ഇതാണടാ ഞാനിപ്പോൾ അനുഭവിക്കുന്ന മരണത്തിന്റെ മുന്നേയുള്ള അതിന്റെ മുഖപുരയിൽ വരുന്ന പ്രയാസങ്ങളെന്ന് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് അന്ത്യം നന്നാവാൻ ഭാഗ്യം നൽകട്ടെ. എന്നിട്ട് ഈ മഹാൻ പറയാണ്, യാ ബുനയ്യ, നമ്മൾ ഓരോന്ന് ആലോചിക്കുന്നത് അപ്പോഴാ, ഞാൻ സദഖ ചെയ്തില്ല, ഞാൻ നിസ്കരിച്ചില്ല, ഇതൊക്കെ ആലോചിക്കണം അപ്പോഴാ. യാ ബുനയ്യ, സ്വർഗം ഉറപ്പുള്ള സ്വഹാബി പൊന്നുമോനോട് മരണനേരത്ത് പറയാണ്, കൂടെ ഉള്ളവരോടൊക്കെ പറയാണ്, മോനെ, ഇന്ന ഹാലീ ഖദ് തഹൂലു ഇലാ സലാസത്തി അൻവാഅ്, എന്റെ ആലോചന 3 ദിക്കുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നേരമാടാ എന്റെ ഈ മരണനേരം. എന്റെ ആലോചന ഇപ്പൊ 3 കാര്യങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കാം. എന്റെ ആലോചന 3 ഭാഗത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു മോനെ. എന്റെ ഇന്നലകളിലെ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയൊരു ഉപദേശമാണിത്. അള്ളാഹു നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകട്ടെ. എന്താന്നറിയോ, എന്റെ ആലോചന 3 ദിശയിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞത് ആ 3 ദിശകൾ പറയാണ്. ഒന്നാമത്തേത്, മോനെ, എന്റെ ആദ്യകാല ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാനായിരുന്നു. എന്റെ ആദ്യകാല ജീവിതം അങ്ങനെയായിരുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. സ്വർഗം ഉറപ്പുള്ള സ്വഹാബിയാണ് ഈ മരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാം. അള്ളാഹു തൗബ സ്വീകരിച്ച മഹാനാണ്, എന്നാൽ ആലോചിക്കുമ്പോൾ അതൊക്കെ ആലോചിക്കും.
മോനെ, എന്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളെയും ഞാൻ ഓർക്കാണ്. പ്രധാനമായും 3 സന്ദർഭങ്ങൾ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല മോനെ. എന്റെ ആലോചന അങ്ങോട്ട് പോവാ. അതിലൊന്നാമത്തെ ഘട്ടം, ആദ്യകാലങ്ങളിൽ ഞാൻ പരിശുദ്ധ ദീന് വിശ്വസിക്കുന്നതിന് മുന്നേ ആദ്യകാലങ്ങളിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലലായിരുന്നു. അള്ളാന്റെ റസൂലിനെ വകവരുത്താൻ വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ മോനെ, എന്തൊരു നഷ്ടമായിരിക്കും എനിക്ക് സംഭവിക്കാം. എന്റെ ആഖിറം പോയില്ലേ? റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ മരിക്കുന്നതെങ്കിലോ, നബിയെ വധിക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയുടെ ഇടയിലാണ് ഞാൻ മരിക്കുന്നതെങ്കിലോ, മോനെ, ഞാൻ ഏറ്റവും വലിയ ഭാഗ്യം കെട്ടവനായി മാറുമായിരുന്നല്ലോ. എന്റെ ഒന്നാമത്തെ ആലോചന അങ്ങോട്ടാണ്. എന്നാൽ എന്റെ രണ്ടാമത്തെ ആലോചന ഇനി പോകുന്നത്, ആ അവസ്ഥയിൽ ജീവിച്ച എന്നെ ഇസ്ലാം, അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നല്ലോ. ആ ഒരു അവസ്ഥയിൽ നിന്നും എനിക്ക് പടച്ചോന് ഹിദായത്ത് തന്നല്ലോ. അതാണ് എന്റെ രണ്ടാമത്തെ ആലോചന. എന്റെ രണ്ടാമത്തെ ആലോചന, അള്ളാഹ് എനിക്ക് ഹിദായത്ത് തന്നു. ഇനി കണ്ടോ മോനെ, അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്ന ശേഷം വകാന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹബ്ബൻ നാസി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമാരെയാണെന്ന് ചോദിച്ചാൽ എന്റെ കൈത്തണ്ടിൽ തത്തിക്കളിക്കുന്ന പ്രായത്തിലുള്ള നിന്റെ ആ ചെറുപ്പത്തെ ഞാൻ ഓർത്താലും നിന്നെയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല മോനെ. റസൂലുള്ളാഹിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ച ശേഷം, ദീനിലേക്ക് വന്ന ശേഷം എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ എന്റെ ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ രണ്ടാമത്തെ ഘട്ടമതായിരുന്നു. അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നതാണ്. എന്റെ നബിയെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഒരുപാട് യുദ്ധങ്ങളിലേക്ക് ആ നബി തങ്ങൾ എന്റെ നേതൃത്വത്തെ ക്ഷണിച്ചിരുന്നു. ഒരുപാട് യുദ്ധത്തിലേക്ക് നബി തങ്ങൾ അവിടുത്തെ പ്രതിനിധിയായി, പകരക്കാരനായി എന്നെ പറഞ്ഞയച്ചിട്ടുണ്ട്. في ذلك الوقت لأنال دعاء رسول الله صلى الله عليه وسلم وصلاته علي. റസൂലുള്ളാഹി യുദ്ധം ചെയ്യാൻ അവിടുത്തെ അസാന്നിധ്യത്തിൽ സംഘത്തിന്റെ തലവനായി എന്നെ പറഞ്ഞയക്കുമ്പോൾ അന്നെങ്ങാനും ഞാൻ ഷഹീദായിരുന്നുവെങ്കിൽ അല്ലാ ഹബീബിന്റെ ദുആ എനിക്ക് കിട്ടുമായിരുന്നു. ഹബീബിന്റെ സ്വലാത്ത്, മയ്യത്ത് നിസ്കാരം എനിക്ക് കിട്ടുമായിരുന്നു. നബിയുമായി കൂടിയ ശേഷം അങ്ങനെ ഒരു അവസരം ഉണ്ടായി. പക്ഷെ എനിക്കതിന് സാധിച്ചില്ല. ഞാൻ ഷഹീദായില്ല. എന്റെ ആലോചന പോകുന്ന മൂന്നാമത്തെ ഘട്ടം, അങ്ങനെ യുദ്ധങ്ങളിലൊക്കെ നബിതങ്ങൾ ഞങ്ങളെ നേതൃത്വം ഏൽപ്പിച്ചു. അങ്ങനെയൊക്കെ നല്ല കാലങ്ങളുണ്ടായി. ദീനിനു വേണ്ടി അങ്ങനെയൊക്കെ കുറെ ഖിദ്മ ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് എന്റെ ആലോചന പോകുന്നത്, അവസാനം പോകുന്ന എന്റെ ആലോചന, ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കുറെ കാലം ദുനിയാവിൽ ജീവിച്ചപ്പോ നന്മകളൊക്കെ ഒരു കാലത്ത് ഒരുപാട് ചെയ്തു. പിന്നീട് ഞങ്ങൾ സാധാരണ ഒരു ജീവിതമാണ് ജീവിച്ചത്. ഫലാ അദ്രി കൈഫ യകൂനു ഹാലി ഇൻദല്ലാഹി തആല, എന്റെ അവസ്ഥ അള്ളാഹുവിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ വല്ല സമ്പാദ്യവും ഉണ്ടാകുമോ എന്ന അവസ്ഥയെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. എന്റെ മൂന്നാമത്തെ ആലോചന അതാണെന്ന് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു തന്റെ മകനായ അബ്ദുള്ളയോട് പറയുന്നു, കൂടെയുള്ളവരോട് പറയുന്നു. സ്വഹീഹുൽ ബുഖാരി അടക്കം ധാരാളം കിതാബുകൾ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ നമുക്ക് ആലോചന ഉണ്ടാവും. ആ നേരത്ത് എന്താ നമുക്ക് ആലോചിക്കാണ്ടാവുക? 10 വാഴ വെച്ചതോ, അല്ലെങ്കിൽ കുറിയുടെ കാശ് കഴിഞ്ഞ മാസം അടയ്ക്കാതിരുന്നതോ, അല്ലെങ്കിൽ പള്ളിയിലെ പ്രസിഡന്റ് ആവാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നതോ, നമ്മുടെ പറമ്പിലെ തെങ്ങിൽ തേങ്ങയുടെ എണ്ണം കുറഞ്ഞതോ. നമ്മൾ ആലോചിക്കുക എന്താ? നമുക്ക് എന്തായിരിക്കും ആ സമയത്ത് നമ്മുടെ ലാഭത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും ആലോചിക്കാനുള്ളത്? ഒരുപാട് സമ്പാദിക്കാനുണ്ട്. നമുക്ക് നന്മ കൂമ്പാരം കയറ്റി വെക്കേണ്ടവരെ നമ്മൾ ഒരുപാട് നന്മ ഉണ്ടാക്കി കയറ്റി വെക്കണം, കൂമ്പാരം കയറ്റി വെക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് നന്മകൾ നമുക്ക് കൂമ്പാരം കയറ്റാനുണ്ട്. നമുക്ക് ആദ്യം വേണ്ടത് ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്തുണ്ടാവണം. ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായും അല്ലാഹുവോട് ചോദിക്കുന്ന കാര്യമാണ് ഇസ്തിഖാമ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ മുസ്തഖീമായ വഴി. ആ ഇസ്തിഖാമയിലാണോ ഞാനും നിങ്ങളും എന്നാലോചിക്കാം. ഇസ്തിഖാമയുടെ വഴി
സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്ത മഹത്തുക്കൾ പോയ വഴി. അല്ലാഹു ആ വഴിയിലേക്ക് ചേർക്കട്ടെ. അല്ലാഹു ചെയ്ത നിഅമത്തുകൾ റബ്ബ് ചെയ്തതാണെന്ന ബോധ്യത്തോടെ ആ നിഅമത്തുകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന പ്രതികരണം പോലെ ജീവിച്ച മഹത്തുക്കളാരോ അവരുടെ വഴി. മിനൻ നബിയ്യീൻ വസ്സുദ്ദീഖീൻ വസ്സുഹദാഇ വസ്സാലിഹീൻ എന്ന് ഖുർആൻ സൂറത്തുൻ നിസാ. അവരാരാ? അമ്പിയാക്കളും ശുഹദാക്കളും സദാത്യങ്ങളും അമ്പിയാക്കളുടെ സ്വഹാബികളും ഒക്കെയാണ്. ആ വഴിക്ക് പോവണം എന്ന ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ വേണം. ഇസ്തിഖാമയുടെ വഴിയിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ ഇസ്തിഖാമയുടെ വഴിയിലെത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സ്വർഗ്ഗം തരുന്നത് അപ്പോഴാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. അല്ലാഹനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന്റെ കൂടെ ഇസ്തിഖാമത്തിലായി ജീവിച്ചു. മഹാന്മാർ കാണിച്ച മാർഗത്തിലൂടെ ജീവിച്ചു. എന്നാൽ അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങി വരും. തതനസ്സലു അലൈഹിമുൽ മലായിക. മലക്കുകൾ എപ്പോഴാണ് മലക്കുകൾ ഇറങ്ങി വരാ? ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഒന്ന് മലക്ക് ഇറങ്ങി വന്ന് സന്തോഷിപ്പിക്കേണ്ട ഒരു സന്ദർഭം മരണനേരം. മലക്കുകൾ ഇറങ്ങി വന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട, പേടിക്കണ്ട. വഅബ്ശിറു, സന്തോഷിച്ചോളൂ. ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷിച്ചോളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ നിന്നാൽ മരണനേരം മലക്കിറങ്ങി വന്നിട്ട് സന്തോഷ വാർത്ത പറയും, നീ സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളൂ. ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ നമ്മൾ, ഇസ്തിഖാമത്ത് ഉള്ളവൻ എങ്ങനെയായിരിക്കും? ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ മഹാന്മാർ പോയ ജീവിതത്തിന്റെ ആ രീതി മുഴുവൻ അനുകരിക്കുന്ന ഒരു സ്വഭാവം. മഹാന്മാരെ തള്ളിയവർക്ക് ഇസ്തിഖാമത്ത് ഇല്ല. ഖുർആൻ കൊണ്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യമാണത്. എന്തിനാണ് നമ്മൾ ഈ തർക്കത്തിനൊക്കെ പോകുന്നത്? മഹാന്മാര് ജീവിച്ച ഒരു നല്ല കാര്യങ്ങളും അവർ പഠിപ്പിച്ച നല്ല വഴികളും നമുക്ക് അവലംബിച്ചുകൂടെ? അങ്ങനെ തന്നെ ചെയ്യണം എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അതാണല്ലോ. ഏതായാലും ഇസ്തിഖാമത്ത് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മൾ മഹാന്മാരുടെ വഴിയിലാണ് എങ്കിൽ നമ്മെ തിരിച്ചറിയാൻ കഴിയും. സൂറത്ത് ഹൂദിന്റെ 114 ആയത്തിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് മഹാനായ ഇസ്മാഇൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അതിന് ചില അടയാളങ്ങളുണ്ട്. ഒരു പർവ്വതം പോലെയാ. പർവ്വതത്തിൽ കാണപ്പെടുന്ന 4 അടയാളങ്ങൾ ഇസ്തിഖാമയിലുള്ള ആളിലും കാണപ്പെടും. പർവ്വതം വെച്ച് നമുക്ക് ഉപമിക്കാൻ കഴിയും. 4 അടയാളമുണ്ട്. ഈ 4 അടയാളം ഉണ്ടെങ്കിൽ അവനാണ് സ്വർഗമുള്ളത്. ഈ 4 അടയാളം ഉണ്ടെങ്കിൽ അവന് മാത്രമാണ് സ്വർഗമുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇസ്തിഖാമയുടെ 4 അടയാളങ്ങൾ. ഒന്നാമത്തേത് ഒരു പർവ്വതം പോലെയാണ് ഇസ്തിഖാമ. പർവ്വതത്തിലേക്ക് ഒരുപാട് ചൂടടിച്ചാൽ, പർവ്വതത്തിലേക്ക് ഒരുപാട് വെയിൽ കൊണ്ടാൽ പർവ്വതം അലിഞ്ഞു പോവാതെ, ലയിച്ചു പോവാതെ എങ്ങനെയോ അതുപോലെയാ ഇസ്തിഖാമ. എന്താ കാരണമെന്നറിയുമോ? ഇസ്തിഖാമയുള്ള മനുഷ്യൻ ഫകദൽ മുസ്തഖീമു ഇദാ ഉഹ്സിന ഇലൈഹി അഹ്സന ഇലൈഹി ഇൻസാനുൻ ലാ യഹ്മിലുഹു ഇഹ്സാനുഹു അലാ യമീല ഇലൈഹി ബിഗൈരിൽ ഹഖ്. പടച്ചവനെ നിരക്കാത്ത രീതിയിൽ ഒരിക്കലും ഒരു സമീപനവും തന്നെ എത്ര സ്നേഹിക്കുന്നു, തനിക്ക് എത്ര ഗുണം ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ആരോടും ഉണ്ടാവൂല. ഇസ്തിഖാമയുള്ള മനുഷ്യന്റെ പ്രത്യേകത ഏതാ? പടച്ചവനെ നിരക്കാത്ത ഒന്നും ചെയ്യൂല. ഇനി അത് ആര് പറഞ്ഞാലും ചെയ്യൂല. തനിക്ക് എത്ര പ്രിയപ്പെട്ടവൻ പറഞ്ഞാലും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ചെയ്യൂല. അതാണ് പർവ്വതം പോലെ. പർവ്വതത്തിലേക്ക് ചൂടടിച്ചു കഴിഞ്ഞാൽ പർവ്വതം അലിഞ്ഞു പോവൂല എന്ന പോലെ. ഇനിയോ ഇസ്തിഖാമയുള്ള ആള് പർവ്വതത്തോട് താരതമ്യം ചെയ്യാം. രണ്ടാമത്തെ കാര്യം, പർവ്വതത്തിന് എത്ര തണുപ്പടിച്ചാലും പർവ്വതത്തിന് ഇപ്പോൾ ഉള്ളതിൽ കൂടുതൽ ദൃഢത വരില്ല. ലാ യജ്മദുഹു അൽ ബർദു. എത്ര തണുപ്പടിച്ചാലും ഇപ്പോൾ ഉള്ള ദൃഢതയേക്കാൾ കൂടുതൽ ദൃഢത, കാഠിന്യത വരുന്നില്ല എന്ന പോലെയാണ് ഒരു മുസ്തഖീമായ മാർഗത്തിൽ ജീവിക്കുന്ന ഒരു ഇസ്തിഖാമത്ത് കിട്ടിയ ഒരു യഥാർത്ഥ സത്യവിശ്വാസി, അവനെ സംബന്ധിച്ചിടത്തോളം ഇദാ അസഅ ഇലൈഹി ഇൻസാനുൻ ലാ യഹ്മിലുഹു ദാലിക അലാ യഖൂല ബിഗൈരിൽ ഹഖ്.
ഒരാൾ തന്നെ ആക്രമിച്ചാൽ, വിഷമിപ്പിച്ചാൽ അള്ളാഹുവിന് പൊരുത്തമില്ലാത്തൊന്നും അവനോട് തിരിച്ചു ചെയ്യൂല. പർവ്വതത്തെ എത്ര മഞ്ഞ് ബാധിച്ചാലും തണുപ്പടിച്ചാലും പർവ്വതം ഇത് കൂടുതൽ ഇനി ഉറയ്ക്കാനില്ല. ഇപ്പോൾ എങ്ങനെ അങ്ങനെ പോലെ എന്ന പോലെയാണ് മുസ്തഖീമായ മാർഗത്തിൽ ജീവിച്ചു പോകുന്ന യഥാർത്ഥ സ്വർഗാവകാശിയാണെങ്കിൽ അവനെ ആര് പ്രയാസപ്പെടുത്തിയാലോ അവൻ ഇപ്പോൾ ഉള്ളതിനേക്കാൾ അവനോട് കടുപ്പം കാണിക്കൂല. മൂന്നാമത്തേത് ഒരു പർവ്വതമാണ് എങ്കിൽ ആ പർവ്വതത്തിലേക്ക് എത്ര കാറ്റടിച്ചാലും പർവ്വതം നിൽക്കുന്നോടത്ത് തന്നെയാ നിൽക്കുക. പർവ്വതം അവിടെ നിന്ന് മാറുന്നില്ലല്ലോ എന്ന പോലെയാണ് മുസ്തഖീമായ മാർഗത്തിലൂടെ ജീവിക്കുന്ന മനുഷ്യനാണ് എങ്കിൽ ആ മനുഷ്യന്റെ നേരെ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ ആഗ്രഹത്തിന്റെ പേരിൽ അള്ളാനെ മറക്കൂല. പർവ്വതം ഉറച്ചു നിൽക്കുന്ന പോലെ തന്നെ അവൻ ആ ആഗ്രഹത്തെ വകവെക്കാതെ അവൻ അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു. നാലാമത്തേത് മുസ്തഖീമായ മാർഗത്തിൽ ജീവിക്കുന്ന മഹാന്മാരുടെ വഴിയിലൂടെ പോകുന്ന യഥാർത്ഥ സത്യവിശ്വാസിയുടെ നാലാമത്തെ അടയാളം, അവനെ സംബന്ധിച്ച നാലാമത്തെ അടയാളം, വെള്ളം ഒഴുക്ക് വെള്ളം വന്നാൽ, വെള്ളപ്പൊക്കം വന്നാൽ ഈ മല ഒലിച്ചു പോകുന്നില്ലല്ലോ, അവിടെ ഉറച്ചിരിക്കാം. ആ മലയെ ഒരിക്കലും അത് പ്രാപിക്കുന്നില്ല എന്ന പോലെ മഹാന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുന്ന പോലെ ദീൻ ഒലിച്ചു പോകാത്തവരാണ്. ദുനിയവിയായ ഒരു കാര്യത്തിലും എത്ര കാര്യങ്ങളിൽ ഇടപെട്ടാലും ഒരു കാര്യവും അവരുടെ ദീനിനെ കളയാത്ത വിധം അവരുടെ മനസ്സിൽ ദീൻ ദൃഢമായിരിക്കുന്നു. ഇങ്ങനെ പർവ്വതത്തോട് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട ഇസ്തിഖാമയെ മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി താരതമ്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് അവലോകനം നമ്മെ കുറിച്ച് നമ്മൾ ചെയ്യാനുണ്ട്. നമുക്ക് ഒരുപാട് വിവേകമുണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ അല്ലയോ, എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്ന ചിരിയാണോ ഞാനിപ്പോ ചിരിച്ചത്, എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്ന നോട്ടമാണോ ഞാനിപ്പോൾ നോക്കിയത്, എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്ന കേൾവിയാണോ ഞാനിപ്പോൾ കേട്ടത്, എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നതാണോ ഞാൻ പറഞ്ഞ വാക്ക്, എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നിടത്തേക്കാണോ ഞാൻ നടന്നു പോകുന്നത്, എന്റെ റബ്ബ് ഇഷ്ടപ്പെടാത്തതല്ലേ ഞാൻ എന്റെ കയ്യുകൊണ്ട് ചെയ്തത്. ഇങ്ങനെ ചിന്തിക്കുന്ന, റബ്ബിനോടുള്ള ഇഷ്ടത്തെ നമുക്ക് ആലോചിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു വിവേകം എപ്പോഴും നമുക്കുണ്ടാവണം. പർവ്വതത്തിന് വലിയ വിവേകമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പർവ്വതത്തെ ഉപമിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ സാക്ഷാൽ പർവ്വതത്തിന് വലിയ വിവേകമാണുള്ളതെന്ന് ഖുർആൻ. പർവ്വതത്തിന് വിവേകമുണ്ടെന്ന് എത്രയോ ആയത്തുകൾ ആ ഖുർആൻ. 2-3 പറയാം. പർവ്വതം കല്ലുകളുടെ ശേഖരമല്ലേ. എന്താണ് ഖുർആൻ പറഞ്ഞത് പർവ്വതത്തെ കുറിച്ച്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് وتلك الأمثال نضربها للناس لعلهم يتفكرون. പർവ്വതത്തിന്റെ വിവേകം എന്താ? ആദരവ് കൊണ്ട് പർവ്വതം പൊട്ടിത്തെറിക്കുമായിരുന്നു നബിയെ. പരിശുദ്ധ ഖുർആനിന്റെ അവതരണം പർവ്വതത്തിന്റെ മൂർധാവിലായിരുന്നുവെങ്കിൽ പർവ്വതത്തിന്റെ വിവേകം അങ്ങനെയാണെന്ന് ഖുർആൻ. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يكبت من خشية الله وما الله بغافل عما تعملون. സൂറത്തുൽ ബഖറ. അല്ലാഹുവിനോടുള്ള ഭയം തോന്നിയാൽ പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന വലിയ പാറ പോലും ഉരുണ്ട് ഭൂമിയുടെ ഏറ്റവും താഴേക്ക് ഭവിക്കുമായിരുന്നു, വീഴുമായിരുന്നു. പർവ്വതത്തിനും കല്ലിനും കാറ്റിനും ഒക്കെ വിവേകമുണ്ട്. വിവേകമില്ലാത്തത് എനിക്കും നിങ്ങൾക്കാ. ബിസ്മി ചൊല്ലിയിട്ട ഒരു ശിരസിന്റെ വലിപ്പമുള്ള ഒരു ചതുരക്കല്ലിലേക്ക് സയ്യിദുനാ മൂസാ وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فانفجرت منه 12 عينا قد علم كل أناس مشربهم. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബഖറ. വെള്ളം ചോദിച്ചു വന്ന 12 സമൂഹത്തിന് മൂസാ നബി വെള്ളം കിട്ടാൻ വേണ്ടി 12 പുഴ ഉണ്ടാവണമെന്ന് ഓർത്തടിച്ചു കാണില്ല.
കല്ലിന് വിവേകമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അടിക്കുന്നത് ഈ ആവശ്യത്തിന് പുഴ 12 12 ഗോത്രങ്ങൾക്കും ഓരോ പുഴ വെച്ചിട്ട്. കല്ലിന്റെ വിവേകമാണ്. ഞാൻ നിർത്തുന്നു. കല്ലിന്റെ വിവേകം നമുക്കില്ലാതെ പോകുന്നു. പർവ്വതത്തിന്റെ വിവേകമില്ലാതെ പോകുന്നു. അള്ളാഹു നമ്മുടെ ഖൽബുകളെ നന്നാക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് പർവ്വതത്തെക്കാളും കല്ലിനേക്കാളും മോശമാകുന്ന മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജറ. കല്ലിനേക്കാളും കടുപ്പമുള്ള ഹൃദയമായി പോയേക്കാം നിങ്ങൾക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കണ്ടോ, കല്ലിന്റെ വിവേകത്തെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഞ്ചാരത്തിലേക്ക് വരൂ. ഈസാ നബി ഒരു നാട്ടിലൂടെ നടന്നു പോവാ. ആ നാട്ടിലുണ്ട് ഒരു വലിയ മലയുണ്ട്, ഒരു പർവ്വതമുണ്ട്, ഒരു പാറക്കൂമ്പാരമുണ്ട്. ആ പർവ്വതത്തിന്റെ ആ പാറക്കൂമ്പാരത്തിന്റെ അടുത്ത് നിന്നും ഒരു ശബ്ദം കേൾക്കാം. ഇടക്കിടക്ക് വന്തിഹാബുൻ കസീർ, ശക്തമായ ശബ്ദം കേൾക്കാം. അതൊരു കരച്ചിലിന്റെ ശബ്ദമാ, വല്ലാത്ത കരച്ചില്. ഇടക്കിടക്ക് ഇങ്ങനെ പതുക്കെ കരയും. പിന്നെ ഇന്തിഹാബ് എന്ന് പറഞ്ഞാൽ ബുകാഉം ശദീദ് എന്ന, പിന്നെ കരയുന്നത് വലിയ ശക്തിയിലാണ് കരയുന്നത്. അങ്ങനെ ഒരു പർവ്വതമുള്ള നാട്ടിലൂടെ ഈസാ നബി നടന്നു പോയി. നാട്ടുകാരോട് ചോദിച്ചു, മാ ഹാദൽ ബുക്ക, അല്ല എന്താ ഇപ്പൊ ഇവിടെ ഒരു കരച്ചിലൊക്കെ കേൾക്കുന്നത്? നാട്ടുകാർ പറഞ്ഞു, വഹാദൽ ബുക്കാഉ വഹാദൽ ഇന്തിഹാബു ഫി ഹാദൽ ജബൽ. ഈസാ നബിയെ, ഈ പർവ്വതത്തിൽ നിന്ന് വരുന്നത് ഞങ്ങൾ എവിടെ ഈസാ നബി ചോദിച്ചു, അപ്പൊ എന്നാ ഇത് കരച്ചിലും ബഹളവും ഈ പർവ്വതത്തിന്റെ അകത്ത് നിന്ന് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്? ഈസാ നബിയെ, മുൻദു സകന്ന ഹാദിഹിൽ ഖറയ, ഞങ്ങളും ഞങ്ങളുടെ ഉപ്പമാരും ഒക്കെ ഇവിടെ താമസമാക്കി അന്ന് മുതൽക്ക് ഈ പർവ്വതത്തിന്റെ ഈ വിലാപം, ഈ കരച്ചിൽ, ഈ തേങ്ങല് ഞങ്ങൾ കേൾക്കുന്നു. നസ്മഉ ഹാദൽ ബുകാ വഹാദൽ ഇന്തിഹാബു ബിഹാദൽ ജബൽ. ഈസാ നബി ചോദിച്ചു, ഇതിന് വല്ല അടിസ്ഥാനവും നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? അന്വേഷിച്ചു, ഞങ്ങൾക്ക് അറിയില്ലല്ലോ. പർവ്വതം ഇങ്ങനെ ഇരുന്ന് കരയണ ശബ്ദം, ഇടക്കിടക്ക് അലറിക്കറിയും. ഈസാ നബി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിക്കുകയാണ്, യാ റബ്ബി ദല്ലി ഹാദൽ ജബലി അൻ യുകല്ലിമനി. പടച്ച റബ്ബേ, ഈ പർവ്വതത്തിന് സംസാരിക്കാനുള്ള ശക്തി കൊടുക്കണേ. ഈ പർവ്വതം സംസാരിക്കണം. ഈ പർവ്വതത്തെ സംസാരിക്കുന്ന വിധത്തിലേക്ക് നിന്ന് മാറ്റിത്തരണേ. എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട്. അള്ളാഹു പറഞ്ഞു, ഈസാ നബിയെ ചോദിച്ചോളൂ, പർവ്വതം സംസാരിച്ചോളൂ. ഫഅൻതഖല്ലാഹുൽ ജബൽ, പർവ്വതം സംസാരിക്കാൻ തുടങ്ങി. പർവ്വതത്തോട് ഈസാ നബി സംസാരിക്കുന്ന സംഭാഷണത്തിന്റെ മുഖവരയിൽ ഈസാ നബിയോട് സലാം പറഞ്ഞും അല്ലാതെയുമെല്ലാം അതിന്റെ എല്ലാ ഔപചാരികതകളും കഴിഞ്ഞപ്പോൾ ഈസാ നബിയോട് പർവ്വതം ചോദിച്ചു, യാ ഈസാ മാ അറത്ത മിന്നി, എന്നെ കുറിച്ച് എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? പർവ്വതം ചോദിക്കാ. ഈസാ നബി പറഞ്ഞു, അഖ്ബിർനി ബിബുകാഇക വന്തിഹാബിക മാ ഹുവ. പർവ്വതമേ, നീ എന്താ ഇടക്കിടക്ക് അലറിക്കരയുന്നു, പിന്നെ പതുക്കെ കരയുന്നു, നിന്റെ ഈ കരച്ചിലെല്ലാരും കേൾക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ ഒരു അത്ഭുതം? ഇതിനെ കുറിച്ച് ഈ കഥ ഒന്ന് പറഞ്ഞു തരോ? ഈസാ നബിയോട് പർവ്വതം സംസാരിക്കാൻ തുടങ്ങി. യാ ഈസാ അനൽ ജബലുല്ലദീ ഞാനൊരു പർവ്വതമായിരുന്നു, ഞാൻ വലിയ വലിയ പാറകൾ നിറഞ്ഞ പർവ്വത. അപ്പോഴുണ്ട് കുറെ വിഗ്രഹ കച്ചവടക്കാർ വന്നിട്ട് എന്റെ ഉള്ളിൽ നിന്നും എന്നിൽ നിന്നും കല്ലുകളെ പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോയി വിഗ്രഹം ഉണ്ടാക്കുന്നു കുറെ വിഗ്രഹ കച്ചവടക്കാര്. ഞാൻ ഈ വിഗ്രഹങ്ങളെ എന്നിൽ നിന്നും മുറിച്ചു കൊണ്ടുപോകുമ്പോൾ, അതിനുള്ള ശിലയെ മുറിച്ചു കൊണ്ടുപോകുമ്പോൾ വേദനിക്കുന്നു. ഇവര് കൊണ്ടുപോയ അള്ളാഹുവിനെ ഒഴിവാക്കി ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. فأخاف أن يلقيني الله تعالى في نار جهنم. ഈസാ നബി, എനിക്ക് പേടിയാ, ഇതിന്റെ പേരിൽ എന്നെ അള്ളാഹു നരകത്തിലിടുമോ എന്ന്. ഞാൻ കേട്ടിട്ടുണ്ട്, നരകത്തിന്റെ അഗ്നിയിൽ എരിക്കപ്പെടുന്നത്, കരിക്കപ്പെടുന്നത് മനുഷ്യന്റെ പച്ചമാംസവും പർവ്വതങ്ങളെയും കല്ലുകളെയുമാണെന്ന്. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഈസാ നബിയെ. ഈ കൊണ്ടുപോയ വിഗ്രഹങ്ങളുടെ പേരില് എന്റെ തലയിലാവോ ഈ ശിർക്ക്? ഞാൻ പേടിക്കാം. ഈസാ നബി ആ കരച്ചില, ഈ കരച്ചില് ഈസാ നബിയെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഫഔഹല്ലാഹു ഇലാ ഈസാ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഈസാ നബിയോട് പറയാണ്, അങ്ങാ പർവ്വതത്തോട് പറയണേ, ഉസ്കൂഫ ഇന്നി ഖദ് അഅതുഹു മിൻ ജഹന്നം. ജഹന്നമിൽ നീ പോവില്ല പർവ്വതമേ, നീ കരഞ്ഞല്ലോ.
നിന്റെ വിവേകത്തെ അള്ളാഹു തിരിച്ചറിഞ്ഞു, നിന്റെ വിവേകത്തെ അള്ളാഹു കബൂലാക്കി. ഈ വിവേകം എനിക്കും നിങ്ങൾക്കും ഇല്ലാത്തതാണ്. ഈ വിവേകം നമുക്ക് ഉണ്ടാവണം. ഏത് വിവേകം? നാളെ നമ്മൾ മരിക്കാണെങ്കിൽ എന്താ കൊണ്ടുപോവാനുള്ളതെന്ന വിവേകം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.